നമുക്കിന്ന് ബ്ലീച്ചിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഒരുപാട് മുഖത്ത് ഡാർക്ക് ഹെയർ ഉള്ളവർ, നന്നായിട്ട് താനടിച്ച് ഡാർക്കായിട്ടുള്ളവർക്കൊക്കെ ബ്ലീച്ചിങ് ചെയ്ത് അതൊന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് അഭികാമ്യമാണ്. പക്ഷേ ബ്ലീച്ചിങ് എപ്പോഴും നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല കേട്ടോ. ബ്ലീച്ചിങ് നോർമൽ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്ക്, നല്ല കുറച്ച് റഫായിട്ട് ഉള്ള സ്കിന്നുകാർക്കൊക്കെ മാസത്തിൽ ഒരിക്കൽ ഒരു നോർമൽ സൈസ് ബ്ലീച്ച് ചെയ്താൽ വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീച്ച് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. പിന്നെ ക്ലൈമറ്റ്, അതിനെ ചൂടുള്ള ക്ലൈമറ്റുള്ള സമയത്ത് നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ പാടില്ല. മുഖത്ത് പിമ്പിൾസ് ഉള്ളവർ, ആക്നെ ഉള്ളവർ, സെൻസിറ്റീവ് സ്കിന്നുള്ളവർ, എന്തെങ്കിലും ഇറിറ്റേഷൻസ്, അലർജി എന്നുള്ളവർ, അവരൊന്നും ബ്ലീച്ച് എന്ന് പറയുന്ന സാധനം ഒരിക്കലും തൊടാനേ പാടില്ല. അതൊക്കെ അത് കൂട്ടത്തേ ഉള്ളൂ. നന്നായിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിന്നുള്ളവർ, അവർക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്. അത് മാത്രമല്ല, ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നവർക്ക് മാസത്തിലൊരിക്കൽ ബ്ലീച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. സാധാരണ അല്ലാണ്ട് വെറുതെ നമ്മൾ വെളുക്കാൻ വേണ്ടി ബ്ലീച്ച് കണ്ടമാനം ഉപയോഗിച്ചാൽ അപ്പം ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് തരുമെങ്കിലും കാലക്രമേണ നമ്മുടെ മുഖത്ത് വളരെ പെട്ടെന്ന് ആൻറ്റി ഏജിങ് ഫീൽ ചെയ്യാനും സ്കിന്ന് ഡള്ളാവാനും ഡാർക്ക് ആവാനും പിമ്പിൾസ് വരാനും ഒരുപാട് പ്രോബ്ലംസ് ബ്ലീച്ചിങ് കൊണ്ട് നമുക്കുണ്ടാകും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിലും ത്രെഡ് ചെയ്യുകയാണെങ്കിലും വാക്സ് ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമൊക്കെ എങ്കിലും റെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് തരത്തിലുള്ള ബ്ലീച്ചിങ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗോൾഡ് ബ്ലീച്ച്, ഫ്രൂട്ട് ബ്ലീച്ച്, പിന്നെ ഓക്സി ബ്ലീച്ച്, ചോക്ലേറ്റ് ബ്ലീച്ച്, അങ്ങനെ പല പേരുകളിൽ ബ്ലീച്ച് നമുക്കിപ്പം നമ്മുടെ പാർലറുകളിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അവരവർക്ക് സ്യൂട്ടാവുന്ന, ഇപ്പം ഫ്രൂട്ട് ബ്ലീച്ചൊക്കെ വലിയ കുഴപ്പമില്ല. ഗോൾഡ് ബ്ലീച്ചും ചോക്ലേറ്റ് ബ്ലീച്ചും ഒന്നും വലിയ കുഴപ്പമില്ല. ഓക്സി ബ്ലീച്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് ബ്രൈഡൽ വർക്ക്, നമുക്കിപ്പം ബ്രൈഡലായിട്ട് ഒരുങ്ങുന്നവർക്ക് ഒരു 2-3 ദിവസം മുന്നേ ഒന്ന് സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ബ്ലീച്ചിങ്ങിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്ര നല്ലൊരു ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് അത്ര നല്ല ഒരു കാര്യമല്ല. സ്കിൻ ജസ്റ്റ് ലൈറ്റ്, അപ്പോഴത്തെ ഒരു ഗ്ലോയ്ക്കും അപ്പോഴത്തെ ഒരു ഹെയർ ഒന്ന് ലൈറ്റൻ ചെയ്യാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു. എല്ലാവരും അപ്പം വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യില്ലേ. ടാറ്റാ.